അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അസ്വസ്ഥതകളും അസമാധാനങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ദുഃഖങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ആശങ്കകളും കൊണ്ട് മനസ്സ് കലങ്ങി മറിഞ്ഞ് അസ്വസ്ഥതപ്പെട്ടവരാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെയാണ് ജീവിതം, അഥവാ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ജീവിതം നാളെ പരലോകത്തേക്ക് ലക്ഷ്യപൂർണ്ണമാക്കണമെങ്കിൽ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തണം. സാധാരണ നമ്മൾ ഓരോരുത്തരും ഒരു മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു മണിക്കൂറൊക്കെ ഈ ലോകത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് അഭിമാനിക്കുക, ദുഃഖപ്പെടുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഒരാശങ്കയിൽ ജീവിക്കുക എന്നത് മനുഷ്യൻ്റെ ലക്ഷണമാണ്. ഇതിൽ നിന്ന് മാറി ജീവിതത്തിലെ ഓരോ മൈക്രോ സെക്കൻഡും, ഓരോ ദിവസവും, ഓരോ വർഷവും എങ്ങനെയാണ് നാളെ പരലോകത്തെ അനന്തമായ ജീവിതത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുക എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹിദായത്ത് എന്നാൽ നാളെ പരലോകത്ത് നന്മ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സിനെയും തൗഫീഖിനെയും പറയുന്ന പേരാണ് ഹിദായത്ത്, നേർമാർഗം. നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ ആ വഴി നമ്മളെ എത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അള്ളാഹു തആലയുടെ സ്വർഗത്തിലേക്കുമാണ്. ജീവിതത്തിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴുള്ള രുചി വളരെ ഭംഗിയായിരിക്കും. കാറ്റടിക്കുമ്പോൾ കാറ്റിനെ ശ്രദ്ധിക്കാതെ കഴിഞ്ഞ കാലത്തെ ദുഃഖത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് കാറ്റിൻ്റെ തണുപ്പ് ആസ്വദിക്കാനോ കാറ്റിൻ്റെ ചലനങ്ങളെ മനസ്സിലേക്ക് എടുത്തു വെക്കാനോ സാധിക്കുകയില്ല. നല്ലവണ്ണം മാധുര്യമൂറുന്ന ഒരു മാമ്പഴം കഴിക്കുമ്പോൾ മാമ്പഴത്തിൽ കടിക്കുന്ന പല്ലും അത് രുചിക്കുന്ന നാവും അത് പിടിക്കുന്ന കയ്യുമൊക്കെ ആ മാമ്പഴത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് പൂർണ്ണമായ ഒരു മധുരം, ഒരു രുചി വന്നു ചേരുക. അരുചികരമായ ഭക്ഷണങ്ങൾ ധാരാളമായി നമ്മൾ കഴിക്കുന്നുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ അരുചിയല്ല പ്രശ്നം. ഭക്ഷണത്തിന് പകരം മൊബൈലിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അരുചികരമായ ആഹാരങ്ങൾ കഴിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരുന്നത്. ഓരോ സമയത്തും സന്ദർഭത്തിലും താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഫലപ്രാപ്തിയിലെത്തണമെന്ന നിർബന്ധ ബുദ്ധി അത് നമുക്ക് സമാധാനം തരും, ശ്രദ്ധ തരും, അവധാനത തരും, പക്വത തരും. സമാധാനം ഓരോ നിമിഷവും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഭൂതകാലങ്ങളെ ഓർത്ത് ദുഃഖിച്ച് പ്രയാസപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അന്ന് സംഭവിച്ച പാപങ്ങളെ പൊറുക്കലിനെ തേടാനും വരാനിരിക്കുന്ന കാലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആശങ്കപ്പെടുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു തആല നേരത്തെ പേന കൊണ്ട് എഴുതിയ, മഷി ഉണങ്ങിയ ലൗഹിൽ എന്താണോ എഴുതി വച്ചിട്ടുള്ളത് ആ ഫലകത്തിൽ എഴുതി വെച്ചതാണ് സംഭവിക്കുക എന്ന ഒരു കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. എങ്കിൽ കിട്ടുന്ന അനർഘ നിമിഷങ്ങളെ ക്രിയാത്മകമാക്കാൻ നമുക്ക് സാധിക്കും. കിട്ടിയ ജീവിതത്തെ സംതൃപ്തകരവും രുചികരവുമാക്കാൻ നമുക്ക് സാധിക്കും.
അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.